ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. കുറേ ദിവസങ്ങളായല്ലോ ഒരു ഫുൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് പോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. രാവിലെ തന്നെ ഞാൻ പട്ടാണി കുതിരാനായിട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് കറി വെക്കുന്നത്. പട്ടാണി നന്നായിട്ട് കുതിർന്നതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രഷർ പോയതിന് ശേഷമാണ് നമ്മളിതാ തുറക്കുന്നത്. പട്ടാണി കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പട്ടാണി വേവിച്ച വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും സവോളയും ഒപ്പം സ്വീറ്റ് കോണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നെൻ്റെ കയ്യിൽ ബീൻസ് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതുപോലെ നമ്മൾ സ്വീറ്റ് കോൺ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2ാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പോളം 2ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. അതുമ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാവേ. ഞാൻ ഇത്രയും പച്ചക്കറികൾ എടുത്തതിലോട്ട് 1 കപ്പ് മാത്രമാണ് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ സ്വീറ്റ് കോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ രുചിയും മണവും എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അളവായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂവിന് ഒരു പ്രത്യേക രുചിയും മണമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 4 മിനിറ്റ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രഷർ മുഴുവൻ കളഞ്ഞതായിരുന്നു കേട്ടോ. എന്നിട്ടിതാ ഒരു സാധാരണ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 1.5 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 3 കപ്പ് വരെയൊക്കെ നല്ല കട്ടിയുള്ള 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം തിളക്കരുതല്ലോ. നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ചൂടോടുകൂടെ വിളമ്പാം. സാധാരണ സ്റ്റൂ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കിയിട്ടുള്ളത്. അല്പം സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇതുപോലൊരല്പം സ്വീറ്റ് കോണൊക്കെ ചേർത്ത് കൊടുത്ത് സ്റ്റൂ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ചും നന്നായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ മക്കളെ കൊണ്ട് ഒരുപാട് പച്ചക്കറികൾ കഴിപ്പിക്കാനുള്ളൊരു മാർഗമാണ് കേട്ടോ ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കൽ. മക്കളും വളരെ ഇഷ്ടത്തോടു കൂടെ ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഇന്നിതിപ്പോൾ ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.